ഹലോ ഫ്രണ്ട്സ്, കെ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നാരങ്ങ കൊണ്ട് ശരീരത്തിന് വളരെയധികം ഔഷധ ഗുണമുള്ളതും നല്ല ടേസ്റ്റുള്ളതുമായ ഒരു കട്ടിമീട്ടി ചട്നി ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാൻ 250 ഗ്രാം നാരങ്ങ അവിടെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാനത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് അതിൻ്റെ അരിയെല്ലാം എടുത്ത് കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഇതാണ്ട് ഞാൻ അത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഉണ്ടാക്കാനായിട്ട് അതിൻ്റെ കൂടെ 1 കപ്പ് പഞ്ചസാര, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ ഇന്തുപ്പ്, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കായം, ഇത്ര സാധനങ്ങളും കൂടെ ഇതുണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആവശ്യമുണ്ട്. അതുണ്ടാക്കാൻ വേണ്ടി ഞാനൊരു പാൻ അടപ്പേ വെച്ച് അത് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരുന്ന നാരങ്ങ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരുന്ന ആ പഞ്ചസാര അതിലേക്ക് ഇട്ട് കൊടുക്കാം. നാരങ്ങ ഫുൾ കാൽസ്യമാണ്. ഈ ചട്നി നമ്മുടെ ശരീരത്തിൻ്റെ ദഹനക്കുറവിനെ ഒക്കെ ഇത് പരിഹരിക്കുന്നു. ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. പഞ്ചസാര ഇട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എടുത്തു വച്ചിരുന്ന ആ ഇന്തുപ്പ്, ബ്ലാക്ക് സാൾട്ട്, അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മൾ എടുത്തു വച്ചിരുന്ന ആ മുളക് പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. നമ്മൾ പഞ്ചസാരയൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നത് കൊണ്ട് കുട്ടികൾക്കും ഇത് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ചട്നിയാണ്. ഇനി നമുക്ക് നമ്മൾ എടുത്തു വച്ചിരുന്ന ആ കായം അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളെടുത്ത് വെച്ചിരുന്ന ഗരം മസാല അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നമ്മളിതിൽ കായം, ഇന്തുപ്പ്, ഗരം മസാല ഇതെല്ലാം കൂടെ ചേർത്ത് ഉണ്ടാക്കിയതുകൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ ഗ്യാസിൻ്റെ പ്രോബ്ലം ഇത് പരിഹരിക്കുന്നതാണ്. ഇതുണ്ടാക്കിയതിന് ശേഷം നമ്മൾ ഒരു ഗ്ലാസിൻ്റെ ഭരണിയെടുത്ത് ഒട്ടും വെള്ളമയം കാണാതെ നന്നായിട്ട് ഉണങ്ങിയ ഒരു ഗ്ലാസിൻ്റെ ഭരണിയിൽ ഇതിട്ട് അടച്ച് നമുക്ക് സൂക്ഷിക്കാം. ഇത് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മുടെ നാരങ്ങ കൊണ്ടുള്ള കട്ടിമിട്ടി ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഒരു നല്ല വെറൈറ്റി വീഡിയോയുമായി അടുത്ത ബുധനാഴ്ച കാണാം. വീഡിയോ കണ്ടതിന് താങ്ക് യു.